السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന സ്വഹീഹു മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന്. പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. നമ്മൾ നേരത്തെ പഠിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും വന്നിട്ടുള്ളത് പോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ, അഊദു ബിക നിന്നോട് രക്ഷ ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. തേട്ടം കാവലിനെ തേടിക്കൊണ്ടാണ്, ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, ഒരു കാര്യത്തിൽ നിന്നല്ല 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടാണ് തേടുന്നത് അള്ളാഹുവിനോട്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, മിൻ സവാലി നിഅമതിക, ഒന്നതാണ് സവാൽ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക എന്നാ. സാല എന്ന് പറഞ്ഞാൽ നീങ്ങിന, സവാൽ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക. എന്ത് നീങ്ങിപ്പോവുക? നിഅമതിക, നിന്റെ നിഅമത്ത്, സുഖങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളാണ് നിഅമത്ത് എന്ന് പറയുന്നത്. നിഅമത്തുകൾ നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയല്ല പടച്ചവനോട്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, സുഖങ്ങൾ, അത് ഇല്ലാതായി പോകുന്നതിൽ നിന്ന്, അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് പടച്ചവനോട് കാവലിനെ തേടുകയാണ് ചെയ്യുന്നത്. മിൻ സവാലി നിഅമതിക. രണ്ടാമത്തത് വതഹവ്വുലി ആഫിയതിക. തഹവ്വുൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാലിൽ നിന്ന് വേറൊരു ഹാലിലേക്ക് പോവാണ്, അവസ്ഥ മാറുകയാണ്, മാറ്റം സംഭവിക്കുകയാണ്. എന്തിന് മാറ്റം സംഭവിക്കുന്നതിൽ നിന്നാ പടച്ചവന്റെ കാവലിനെ ചോദിക്കുന്നത്? ആഫിയത്തിക്ക, നിന്റെ ആഫിയത്ത്, നീ നൽകിയിട്ടുള്ള ആഫിയത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യമാണ്, ശാരീരികമായ സൗഖ്യമാണ്. പലതും സംഭവിക്കാം മനുഷ്യന്. നല്ല സുഖകരമായി ആരോഗ്യത്തോടുകൂടെ ഒരു പ്രയാസമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു വേദന തുടങ്ങി, അത് ടെസ്റ്റ് ചെയ്യാൻ പോയി, പിന്നെ വിശദമായ പരിശോധനയിൽ അല്പം പ്രയാസകരമായ അസുഖമാണ് എന്ന് കണ്ടെത്തി കിടന്നു പോവുക. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോഗ്യത്തോടുകൂടെ ജീവിച്ച ആളാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് രോഗിയായി പോവുക, അപകടങ്ങൾ പറ്റിയിട്ട്. ഏത് സമയത്തും നമ്മളുടെ ആഫിയത്ത് എന്ന് പറയുന്ന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്ത് മാറി വരാം. അത് മാറിയിട്ട് അതിന് തഹവ്വുല് സംഭവിച്ചിട്ട് ആഫിയത്ത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. അതിൽ നിന്നാണ് പടച്ചവനോട് കാവലിനെ ചോദിക്കുന്നത്. രണ്ടാമത്തത്. മൂന്നാമത്തത് വഫുജാഅതി നിഖ്മതിക. ഫുജാഅത്ത് എന്ന് പറഞ്ഞ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് ഫുജാഅത്ത് എന്ന് പറയാ. നിഖ്മത്ത് എന്ന് പറയാ നിഅമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും. നിഅമത്ത് പറഞ്ഞാൽ സുഖങ്ങളാണ്. നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ശിക്ഷക്കൊക്കെ പറയാറുണ്ട് നിഖ്മത്ത് എന്ന്. അത്തരത്തിൽ നിഖ്മത്ത് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ചിലപ്പം സംഭവിക്കും, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക, പെട്ടെന്ന് പടച്ചവന്റെ ഒരു ശിക്ഷ വന്ന് ബാധിക്കുക. അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നിങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സംഭവിക്കുന്ന പ്രയാസങ്ങളോ ശിക്ഷകളോ ഒക്കെ കുറച്ചുകൂടെ താങ്ങാൻ കഴിയും. പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ചിലപ്പം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ഷോക്കുകൾ മനുഷ്യനെ മാനസികമായി തകർത്ത് കളയുകയും മാനസിക രോഗിയാക്കി ഭ്രാന്തനാക്കുകയൊക്കെ ചെയ്യും. അത് മനസ്സിന് താങ്ങാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് അത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന നിഖ്മത്തുകളിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നതാണ്. നാലാമതായി പറയുന്നത്, അവസാനം പറയുന്നത് വജമീഇ സഖതിക. ജമിയ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം, എല്ലാം. ജമിയ സഹത്ത് എന്ന് പറഞ്ഞാൽ
റിദ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് സഹത്ത്. റിദ എന്ന് പറഞ്ഞ എന്താ? തൃപ്തി. സഹത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൃപ്തി എന്നാണ്. നിന്റെ എല്ലാ തരത്തിലുള്ള അതൃപ്തിയിൽ നിന്നും പടച്ചോന് നമ്മൾ ചെയ്യുന്നത് തൃപ്തി ഇല്ലാതായി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. പടച്ചോന്റെ അതൃപ്തി, എല്ലാ നിലക്കുള്ള അതൃപ്തിയിൽ നിന്നും, എല്ലാ നിലക്കുള്ള സഹത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നതാണ്. മാതാപിതാക്കളുടെ റിദ ഉണ്ടായാൽ പടച്ചോനും റിദയാകും. മാതാപിതാക്കൾക്ക് സഹത്തുണ്ടായാൽ അള്ളാഹുവിനും സഹത്തുണ്ടാവും എന്നൊക്കെ ഒരു ഹദീസില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിദർ റബ്ബി ഫീ റിദൽ വാലിദൈൻ വസഖ്തുർ റബ്ബി ഫീ സഖ്തിൽ വാലിദൈൻ എന്നൊക്കെ ഒരു ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ റിദയിലാണ് അള്ളാഹുവിന്റെ റിദ, മാതാപിതാക്കളുടെ സഹത്തിലാണ് അള്ളാഹുവിന്റെ സഹത്ത് എന്നൊക്കെ. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ. ഒന്നുകൂടെ നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എന്തിൽ നിന്നൊക്കെ? മിൻ സവാൽ, സവാൽ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നിഅമതിക നിന്റെ സൗഖ്യം, നിന്റെ നിഅമത്ത്. രണ്ടാമത്തത് വതഹവ്വുൽ, തഹവ്വുൽ ഹാൽ മാറ്റം സംഭവിക്കുന്നതിൽ നിന്ന്. എന്തിന് മാറ്റം സംഭവിക്കുന്നതിന്? ആഫിയത്തിക നിന്റെ സൗഖ്യം, നീ നൽകിയ സൗഖ്യം. മൂന്നാമത്തത് ഫുജാഅത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന നിഖ്മത്ത്, നിന്റെ ശിക്ഷ, ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്. നിഅമത്ത് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അവസാനം പറയുന്നത് വജമീഇ സഖതിക നിന്റെ എല്ലാ അതൃപ്തിയിൽ നിന്നും, കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നതാണ് പ്രാർത്ഥന. നമ്മളുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ പരമാവധി കാണാതെ പഠിച്ച് നിരന്തരം പടച്ചവനോട് തേടാൻ വേണ്ടി ശ്രമിക്കുക. 2 സന്ദർഭങ്ങളിലാണ് നമ്മൾ പടച്ചവന്റെ മുന്നിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുക. ഒന്ന്, നമ്മൾക്ക് ത്വമ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്ന് വലിയ പൂതി ഉണ്ടാകുമ്പോൾ, പടച്ചവനോട് ചോദിച്ചാൽ കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ നമ്മൾ പടച്ചവനോട് ചോദിക്കും. അതൊക്കെ വേണം കേട്ടോ, ത്വമ ഉണ്ടാവണം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലുക എന്നുള്ളതല്ല. എനിക്കത് കിട്ടണം എന്ന് നല്ല പൂതി ഉണ്ടാവണം. പടച്ചവനോട് ചോദിച്ചാൽ അത് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കണം ചോദിക്കേണ്ടത്. എന്നാലും ചിലപ്പോൾ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ഒന്ന്, പടച്ചവനോട് നമ്മൾ കാര്യങ്ങൾ പറയാ നമ്മൾക്ക് ഭയം ഉണ്ടാകുമ്പോഴാണ്, ഹൗഫ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പേടിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ പറഞ്ഞതുപോലെ രക്ഷ തേടുക ചെയ്യുക. മറ്റേത് നൽകണേന്ന് പറയാ ചെയ്യുക. ത്വമ ഉണ്ടാകുമ്പോൾ, പേടി ഉണ്ടാകുമ്പോൾ രക്ഷ തേടുക ചെയ്യുക, അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ ഔദു ബിക്ക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദുആകളൊക്കെ. അതാണ് ഈ 2 ഘട്ടങ്ങളിലാണ് മനുഷ്യൻ തേടുക. സൂറത്തു സജദയിൽ അത് പറയുന്നുണ്ട്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, പേടി, അപ്പൊ രക്ഷ ചോദിക്കും. 2, ത്വമ, കൊതി, കിട്ടണം എന്നുള്ള ആഗ്രഹം. മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി നരകമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കൊതി സ്വർഗം കിട്ടണം എന്നുള്ളത്. ആവണം അങ്ങനെ. അപ്പം അത്തരം ഘട്ടങ്ങളിലാണ് ദുആ നടക്കുക. അങ്ങനെ ആവണം. നമ്മൾ ഇതൊക്കെ ദുആ ചെയ്യുന്നത് വെറുതെ കാണാപ്പാടം പഠിച്ച് ചൊല്ലാൻ വേണ്ടി പറയുന്നതല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.